വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഗില്ലിന് കടുത്ത നിർദ്ദേശങ്ങളുമായി BCCI രംഗത്തെത്തിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് പുരോഗമിക്കുന്നതിനിടെയാണ് വ്യക്തമായ നിർദ്ദേശങ്ങൾ BCCI ഗില്ലിന് മുന്നോട്ട് വെക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ രണ്ടാം ദിവസം സ്റ്റെമ്പ് എടുക്കുമ്പോൾ ഇന്ത്യ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ടു തന്നെയാണ് ടെസ്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടിയിരുന്നു. സായ് സുദർശനും ഋഷഭ് പന്തും വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യക്ക് വേണ്ടി 50കളും നേടിയിരുന്നു. അവസാന നിമിഷങ്ങളിൽ T20 സ്റ്റൈലിലുള്ള മുഹമ്മദ് സിറാജിൻ്റെ ബാറ്റിങ്ങും വളരെ ആവേശകരമായിരുന്നു. വെറും 12 പന്തുകൾ നേരിട്ട മുഹമ്മദ് സിറാജ് ഒറ്റ സിംഗിൾ പോലും നേടാതെയാണ് 22 റൺസിലേക്ക് എത്തുന്നത്. 4 ഫോറുകളും ഒരു സിക്സും അടങ്ങുന്നതായിരുന്നു മുഹമ്മദ് സിറാജിൻ്റെ ഇന്നിങ്സ്. വാഷിംഗ്ടൺ സുന്ദർ 50 പൂർത്തിയാക്കിയ ഉടനെ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസായിരുന്നു നേടിയിരുന്നത്. ഇന്ത്യയുടെ വീണ 8 വിക്കറ്റുകൾ 6 നേടിയെടുത്തത് അഫ്ഗാനിസ്ഥാൻ്റെ സലീം സഫി ആയിരുന്നു. മികവുറ്റൊരു ബൗളിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യക്കെതിരെ സഫി നടത്തിയത്. പക്ഷേ മറ്റാർക്കും തന്നെ വ്യക്തമായൊരു പിന്തുണ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 564 ഡിക്ലെയർ ചെയ്ത് അഫ്ഗാനിസ്ഥാനെ ബാറ്റിങ്ങിന് അയച്ച് വെറും 40 ഓവറുകൾക്കുള്ളിൽ അഫ്ഗാനിസ്ഥാൻ്റെ 5 വിക്കറ്റുകളും ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു. തൻ്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ 3 വിക്കറ്റുകൾ നേടിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടത് മാനവ് സുതാറിൻ്റെ അത്യുജ്വല ബൗളിംഗ് പ്രകടനമായിരുന്നു. പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റുകളും നേടിയെടുത്തപ്പോൾ അഫ്ഗാനിസ്ഥാൻ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 എന്ന പരിതാപകരമായ നിലയിലാണ്. ഇനി 3 ദിവസങ്ങൾ കൂടി ശേഷിക്കെ എന്തായാലും ഈ ടെസ്റ്റിന് ഒരു റിസൾട്ട് വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ഏകപക്ഷീയ വിജയമായിരിക്കും ഈ ടെസ്റ്റിൽ കാണാൻ പോകുന്നത്. നിലവിൽ ഒരു ടെസ്റ്റ് മാത്രമാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അത് കഴിഞ്ഞ് 3 ഏകദിനങ്ങളാണ്. ശുഭ്മാൻ ഗില്ലിന് BCCIയുടെ വ്യക്തമായ നിർദ്ദേശം വന്നിട്ടുള്ളത് ഇനി T20 മത്സരങ്ങൾ കളിക്കേണ്ടതില്ല. 2027 ലോകകപ്പ് വരുന്നതുവരെ ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി, മറ്റു ഫോർമാറ്റുകളിൽ കളിക്കേണ്ടതില്ല എന്നു തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു നിർദ്ദേശം വരുമ്പോൾ തീർച്ചയായിട്ടും വേൾഡ് കപ്പിലേക്കുള്ള ക്യാപ്റ്റനായി നിലനിർത്താൻ പോകുന്നത് ഗില്ലിനെ തന്നെയാണ് എന്നതിലേക്കുള്ള വ്യക്തമായ സൂചന തന്നെയാണ് BCCIയുടെ ആ ഒരു നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേൾഡ് കപ്പിലേക്കുള്ള ക്യാപ്റ്റൻ ഗില്ല് തന്നെ എന്നൊരു സൂചന അതിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ മലയാളി താരം കൂടിയായ സഞ്ജു സാംസണിനെയാണ് അത് പ്രതികൂലമായി ബാധിക്കുക. കാരണം നമുക്കറിയാം ശുഭ്മാൻ ഗില്ല് ഒരു നിലക്കും സഞ്ജു സാംസൺ ഇതുവരെ പിന്തുണ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വേൾഡ് കപ്പ് ടീം സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള അവസരം പോലും സഞ്ജു സാംസണ് നിഷേധിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ഭയപ്പെടേണ്ട കാര്യം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.